അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ കേസെടുത്ത CBI. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. കൊച്ചി CBI യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, FIRൽ എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത്? വീണ, അഴിമതി നിരോധന വകുപ്പ് പ്രകാരം തന്നെയാണ് കൊച്ചി CBI യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.എം. എബ്രഹാമിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ FIR ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കൊച്ചി CBI യൂണിറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ പകർപ്പടക്കം തിരുവനന്തപുരത്തെ CBI കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ ഈ ഒരു നടപടി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-ാം തീയതിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കെ.എം. എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ കേസെടുക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം CBIക്ക് നൽകിയത്. കൊച്ചി CBI യൂണിറ്റിന് അന്വേഷണ ചുമതല നൽകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ പക്കലുള്ള എല്ലാ രേഖകളും ഉടൻ തന്നെ CBIക്ക് കൈമാറണമെന്നുള്ളൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് വിജിലൻസ് പാലിച്ചില്ല. ഈ രേഖകൾ കൈമാറുന്നതിലടക്കം ഒരു കാലതാമസം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI മറ്റു തരത്തിലുള്ള, അതായത് ഈ പരാതിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുവാനായിട്ടുള്ള ആദ്യഘട്ട നടപടികളിലേക്ക് CBI കടന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടി കൂടി ഈ ഘട്ടത്തിൽ വരുന്നത്. വിജിലൻസിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. അതായത് ഇനിയും രേഖകൾ കൊടുക്കാതെ, രേഖകൾ CBIക്ക് കൈമാറാതെ കാലതാമസം വരുത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയലക്ഷ്യ നടപടി അടക്കം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ വിജിലൻസ് CBIക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടുകൊണ്ടുള്ള തുടർ നടപടിയിലേക്കാണ് കൊച്ചി CBI യൂണിറ്റ് കടന്നത്. പ്രധാനമായിട്ടും അന്ന് ഈ ഹൈക്കോടതി ഉത്തരവിട്ട സമയത്ത് വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ വിജിലൻസ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു വീഴ്ച, വിജിലൻസ് കോടതി പരിഗണിച്ച വിഷയങ്ങൾ, അത് കൂടാതെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കാണിച്ച ഉദാസീനത, ഇതടക്കം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനം ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് പ്രാഥമിക അന്വേഷണം കെ.എം. എബ്രഹാമിന്റെ സ്വാധീനത്തിൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതി ഈ CBI കൊച്ചി യൂണിറ്റ് അന്വേഷണ വിധേയമാക്കണം, കെ.എം. എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതായത് 2014-15 കാലഘട്ടത്തിൽ എത്ര രൂപയാണ് അനധികൃതമായിട്ട് കെ.എം. എബ്രഹാം സമ്പാദിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല. അതുമാത്രമല്ല, ഈ കടപ്പാക്കടയിലെ, കൊല്ലം കടപ്പാക്കടയിൽ 8 കോടി രൂപ വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കെ.എം. എബ്രഹാമിനുണ്ട്. അത് പക്ഷേ ആദ്യഘട്ടത്തിൽ എബ്രഹാം നിഷേധിച്ചിരുന്നു. അതായത് തന്റെ സഹോദരന്റെ പേരിലുള്ളതാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ എബ്രഹാം ഉന്നയിച്ചത്. പക്ഷേ അത് പിന്നീട് സാധൂകരിക്കാൻ സാധിച്ചില്ല. എബ്രഹാമിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കടപ്പാക്കടയിൽ ഉള്ളതെന്ന് ജോമൻ പുത്തൻപുരയ്ക്കലിന് തെളിയിക്കാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അടക്കം വിജിലൻസ് അന്വേഷണ വിധേയമാക്കിയില്ല, അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൂടാതെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൈമാറിയ പണം, അതിന്റെ സോഴ്സ് അടക്കം വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ല. തുടങ്ങിയ വലിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി CBIക്ക് ഈ ഒരു പരാതി കേസായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഉത്തരവിലേക്ക് കടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്നുള്ള രീതിയിലാണ് കൊച്ചി CBI യൂണിറ്റ് എബ്രഹാമിനെതിരെ കേസെടുത്തത്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് തിരുവനന്തപുരം CBI കോടതിക്ക് കൈമാറും. അതിന്റെ തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി എബ്രഹാമിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതും കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അതായത് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനായിട്ട് എബ്രഹാമിന് സാധിക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് കൂടി എബ്രഹാമിനെ പുറത്താക്കുവാനായിട്ടുള്ള, പ്രത്യേകിച്ച് ഹൈക്കോടതി ഒരു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ കൂടി മുഖ്യമന്ത്രി തയ്യാറായില്ല, സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ അപ്പീലടക്കമുള്ള നടപടികളിലേക്ക് എബ്രഹാം കടക്കാനായിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ജോമോൻ പുത്തൻപുരയ്ക്കൽ അടക്കം CBI വീണ്ടും സമീപിക്കുകയും പരാതികളടക്കം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ജോമോൻ
പുത്തൻപുരയ്ക്കൽ ഗൂഢാലോചന തനിക്കെതിരെ നടത്തിയെന്നുള്ള ഒരു ആക്ഷേപം കൂടി പിന്നീട് എബ്രഹാം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും KM എബ്രഹാമിനെതിരെ കുരുക്കുമുറുക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് CBI കടന്നിരിക്കുന്നത്. ശരി രേഷ്മ, ഏതായാലും CBI കേസെടുത്തതോടുകൂടി ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ എങ്ങനെ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയും എന്നറിയില്ല. ഏതായാലും കൃത്യമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ രേഖകളൊക്കെ പരിശോധിക്കപ്പെടാതെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ CBIയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് അങ്ങനെ ആവില്ല കാര്യങ്ങളെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.